വെറുതെ ആട്ടിക്കൊണ്ടിരുന്നാ മതിയല്ലോ. ആട്ടിയാ മാത്രമല്ല ഇടിക്കുക കൂടെ വേണം. ഹായ് നമസ്കാരം. ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യമേ അത് പറയുന്നില്ല, കാരണം പറഞ്ഞാൽ അതിൻ്റെ ത്രില്ല് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഏതാണ്ട് 90-കൾക്ക് മുമ്പുള്ള ആൾക്കാരുടെ കുത്തകയായിരുന്ന ഒരു കലാരൂപമാണ് ഇത്. അത് ഒരു പഴയ കലാരൂപമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വീടുകളിലെല്ലാം ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം മെഷീനറീസും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ കലാരൂപം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഒരിടത്തും അത് അങ്ങനൊരു കലയില്ല. അത് കാണാനും പ്രയാസമാണ്. ഇന്നത്തെ പുതുതലമുറയ്ക്ക്, കൊച്ചു കുട്ടികൾക്ക് ഒന്നും അതെന്താണ് എന്ന് പോലും അറിയത്തില്ല. ആ സംഭവം എന്താണെന്ന് നമുക്കിപ്പോൾ കാണാം. അതിനുള്ള പണിപ്പുരയിലാണ് ബിന്ദുസ്. അതെ, തത്രപ്പാടിലാണ്. എന്റെ മോൻ സൈത ഇത് ചോദിച്ചമ്മ എന്തിനാണ് ഇങ്ങനെ സാധനം വെളിയിൽ ഇങ്ങനെ വെറുതെ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവാ. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് ശീലിച്ചാണ്, ഇടയ്ക്ക് ചെയ്തിട്ടില്ല. പലപ്പോഴും ഈ സാധനം ഇവിടെ ഇരിക്കുമ്പോൾ ഒന്ന് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ മടി കാരണവും സമയക്കുറവ് കാരണവും നമുക്ക് ചെയ്യാനില്ല. ആരും ചെയ്യത്തില്ല, വീട്ടിലുള്ളവരും ചെയ്യത്തില്ല. അതെ, അല്ലെ, അവർക്കിത് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഉരൽ എന്താണ്, ഒലക്കയാണ്, ഒലക്ക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അല്ല, ഒലക്ക എന്ന് കേട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ഒലക്ക എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. അപ്പൊ ചേട്ടൻ അങ്ങനെ പതുക്കെ ഇടി തുടങ്ങിയിട്ടുണ്ട്. ഇത് അല്ലെ, ഇത് അതെ, ഇതിപ്പോ ഇടിക്കണമെന്നൊരു തോന്നലുണ്ടായി. കാരണം ഇത് കുറെ നാളുകളായിട്ട് നമ്മളെ വീട്ടില് കിടപ്പുണ്ട്. പക്ഷെ ഇത് ചെയ്യണമെന്നൊരു തോന്നലുണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടുവിനും കൈയുടെ ഈ ഭാഗത്തുമൊക്കെ വേദനയുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ടു, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു. പുള്ളിക്കാരന് എനിക്ക് എക്സസൈസ് പറഞ്ഞു. ഒരു 2 ഓരോ കിലോ ഉള്ള ഡമ്പല് കൈ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി മേളോട്ട് പൊക്കണം, താഴെ പൊക്കണം, മേളോട്ട് ഇങ്ങനെ പൊക്കണം, ഡമ്പല് കൈ വെച്ചോണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ 2 കിലോ ഡമ്പലുണ്ട്. ഇതും ഒരു 2-2.5 കിലോ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പൊക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഈ ഒലക്ക എടുത്തിട്ട് മുകളോട്ടും താഴോട്ടും ആക്കിയാല് അരി ഇടിഞ്ഞ് കിട്ടും, ഇല്ലയോ? എന്നാ അങ്ങനെ തന്നെ നടന്ന് കണ്ടു. അതുകൊണ്ട് അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തെ സ്ത്രീകൾക്കൊക്കെ ഇതായിരുന്നു അവര് വീട്ടിൽ ചെയ്യുന്നത്. പുരുഷന്മാര് പണിക്ക് പോകുമ്പോൾ അവരായിരുന്നു ഇത്. ഞങ്ങളുടെ അമ്മൂമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഇപ്പോഴ് 94 വയസ്സുണ്ട്. അമ്മൂമ്മയൊക്കെ ആണെങ്കിൽ കുറെ അരി ഇടിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് പണ്ട് കാറ്ററിംഗിന് ഹോട്ടലും കാപ്പിക്കടിയൊക്കെ ആയിരുന്നു. അപ്പൊ ഇഷ്ടംപോലെ സാധനം ഇങ്ങനെ ഇടിച്ചെടുക്കണം. അമ്മയൊക്കെ അങ്ങനെയായിരുന്നു ചെയ്യുന്നത്, അമ്മൂമ്മ. അപ്പൊ എന്റെ വീട്ടിൽ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ചേട്ടൻ്റെ ഇപ്പോഴാണ് ഞാൻ ഇടിക്കുന്ന സാധനമൊക്കെ ഇടിക്കാൻ പോകുന്നത്. എനിക്കൊന്ന് ഇടിക്കണം. ഇങ്ങനെ ചെടിയോ ഇടിക്കണം. അപ്പം തിരക്കില്ലേ. പഴയകാലത്തെ ആൾക്കാരുടെ ഡെലിവറി ഒന്നും വലിയ വിഷയമില്ലായിരുന്നു, ഈസി ആയിരുന്നു. മനസ്സിലായോ? പിന്നെന്താ, ഇടിപ്പിക്കും, ചെറുതായിട്ട് ഇങ്ങനെ ഇടിച്ചാൽ മതിയല്ലോ. പഴയ കാലത്തെ അമ്മമാരൊക്കെയാണ് പയറ് പോലെ നടക്കുന്നത്. ഇപ്പോഴത്തെ ജകളെ പോലുള്ളവരെല്ലാം തളർന്നു നടക്കുന്നു. നല്ലൊരു എക്സസൈസ് ആണ്. ഡെയിലി കുറച്ച് മതി. വീട്ടിലേക്ക് ആവശ്യമുള്ള 1/2 കിലോ അരി ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കുവാണെങ്കിൽ സൂപ്പറാണ്. ചെയ്ത് നോക്കണം. അല്ല, ഇങ്ങനെ ചെയ്യുന്നതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. പലരും ഈ പൊടിവർഗ്ഗങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അത് 2-3 മാസം ഇരിക്കത്തക്ക രീതിയിലൊക്കെ ചെയ്യുന്നത്. എന്തെല്ലാം ചേരുന്നുണ്ടെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പം എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ഉപയോഗിച്ചെടുക്കാൻ ആര് ചെയ്യാനാ, ആർക്ക് സമയം ഇല്ല. എന്താണെന്നറിയത്, കുഞ്ഞു മോൻ ഞങ്ങളോട് ചോദിച്ചായിരുന്നു, അമ്മ എന്തിനാണ് ഈ കല്ലിങ്ങനെ വെളിയിലിട്ടേക്കുന്നത്? കാരണം ഈ കല്ല് വെളിയിൽ കിടക്കുമായിരുന്നു. ഇതുപോലെ കുഞ്ഞുങ്ങളെ കൂടെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കണ്ടോ? ഇതാണ് അരി പണ്ടിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടത്. അമ്മയ്ക്കും അറിയത്തില്ല. അപ്പൊ 90-ന് മേലുള്ള ആളെന്ന് പറഞ്ഞിട്ട് തൊട്ട് കാര്യമില്ല, 80-ന് മേലുള്ള ആളെന്ന് പറയണം. എടുത്തിട്ടാണ് നമ്മൾ അതിനകത്ത് പുട്ടൊക്കെ ഉണ്ടാക്കുന്നത്. പുട്ട്, ഇടിയപ്പം, അങ്ങനെയുള്ള സാധനം ഉണ്ടാവും. ഇടിക്കുന്നോ? കല്ലിന്റെ മണ്ടയിലിടിച്ചിട്ട് നടുക്ക് ഇടിക്കട്ടെ, കുഞ്ഞു ഇടിക്കട്ടെ. എവിടെ ഇടിച്ചാൽ മതി, കല്ലിന്റെ മേലെ ഇടിക്കരുത്. കല്ലിന്റെ മേലെ ഇടിച്ചാൽ കല്ലിനെല്ലാം പൊടിഞ്ഞു. ഈ പ്രായത്തിലൊക്കെ ഞാൻ കുറെ ഇടിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടുള്ളതാ. ഒരിടി ഒരാൾ ഇടിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് വേറൊരാൾ ഇടിക്കും. ഇത് പൊങ്ങുന്ന അനുസരിച്ച് വേറൊരാൾ ഇടിക്കും. 3 പേര് നിൽക്കും. 3 പേര് നിന്നിട്ട് ഇടിക്കും. ഓരോ ഒലക്ക ഇങ്ങനെ പൊങ്ങുന്നതനുസരിച്ച് അവര് ആ താളത്തിൽ ഇടിച്ചോണ്ടിരിക്കും. നല്ലതായിട്ട് ഇടിഞ്ഞു കഴിയുമ്പോൾ പൊടി തെറിക്കും. ഇപ്പൊ ചില തെറിച്ച് തുടങ്ങിയിട്ടുണ്ടോ? ആ തെറിക്കുന്നുണ്ട്. നമ്മൾ അന്നേരം നമുക്ക് കുടഞ്ഞെടുക്കാം. അച്ഛനൊക്കെ കുറേ ഇടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്ത് വീട്ടിൽ അരി ഇടിച്ചു കൊടുക്കണം, വിറക് കൊണ്ട് കൊടുക്കണം, പശു ഉണ്ടെങ്കിൽ പോച്ച കുറച്ച് കൊടുക്കണം, വലിയ പോയി പൊടിക്കുന്ന പൈസ കൊടുക്കണം. അപ്പോൾ പൈസ കാണത്തില്ല, അതിനെന്ത് ചെയ്യും, ഇത് തന്നെ ഇടിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കളിക്കാൻ വിടുന്നത്. ഒരു പന്ത് കളിക്കാനൊന്നും വിടണം, അല്ലെങ്കിൽ പുറത്തോട്ട് കിളിത്തട്ട് കളിക്കാൻ പോകണം, അല്ലെങ്കിൽ വട്ട് കളിക്കാൻ പോകണമെങ്കിൽ രാവിലെ മുതൽ ഈ
പകൽ സമയത്ത് ഈ ജോലിയെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ അരമണിക്കൂർ 1 മണിക്കൂർ വിടത്തുള്ളൂ. അപ്പൊ പണ്ടത്തെ കാലത്തെ അച്ഛൻ ഇതുപോലെ ഇടിച്ചു കൊടുത്തില്ലെങ്കിൽ അച്ഛൻ അമ്മയൊക്കെ നല്ല തല്ലു കൊടുക്കും. അതുകൊണ്ടാണ് ഇടിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഇടിക്കരുത്. പിന്നെ അരിക്ക് നോവും. അവിടെ ചമ്മണം പൂട്ടി ഒന്ന് ഇരുന്നേ. ഈ ഒന്ന് ഇടഞ്ഞെടുത്ത് ഇത് ബാലൻസ് വരുന്നതിനകത്തിടെ അങ്ങനെങ്കിലും ശരീരമാണ് ഈ പണി ചെയ്യട്ടെ. ചുമ്മാ കേട്ടോ, പണി ഇഷ്ടം പോലെ ഉണ്ട്. വീട്ടിൽ പണി ചെയ്യുന്നവർക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ പണി കേട്ടോ, സ്ത്രീകൾക്ക്. പക്ഷേ എല്ലാവരും പറയും അവർക്കെന്തോ പണി, പെണ്ണുങ്ങൾക്ക് എന്തോ പണി എന്ന് ചോദിക്കും. ഇതൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ, വെറുതെ ഇരിക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. വെറുതെ സീരിയലും കണ്ട സമയം കളയുന്നവരുണ്ട്, അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. തുണിയാലൊക്കെ തൂത്തുവാരല്, പാത്രം കഴുകുക, ആഹാരം വെപ്പ്, പിന്നെ ഇതുപോലുള്ള പണികളൊക്കെ ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. അതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല ജോലിയാണ്. പല ചിലപ്പോൾ രാവിലത്തേത് വെക്കണം, ഉച്ചക്കലത്തേത് വെക്കണം, വൈകിട്ടത്തേത് വെക്കണം. ചിലവർക്കാണെങ്കിൽ ചില ആണുങ്ങൾക്കാണെങ്കിൽ വൈകിട്ടത്തെ ആഹാരം ചൂടോടുകൂടി വേണം, ഉച്ചക്കലത്തേത് അവർ കഴിക്കത്തില്ല, വൈകിട്ട് വീണ്ടും ഉണ്ടാക്കണം. പിന്നെ ഈ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ബെഡ്റൂമിൽ വരെ ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഗതി തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇടിക്കാൻ കൊടുക്കുക, പുറത്തിട്ടല്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് ആർക്കും അതിനുള്ള സമയവും ക്ഷമയും ഒന്നുമില്ല. സമയം വേണം, ക്ഷമ വേണം. പിന്നെ വേറെ കാര്യം, എല്ലാത്തിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. മിക്സിയായി, മറ്റുള്ള സംഗതികളായി, എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായി, എല്ലാം ഉണ്ടല്ലോ. ഇപ്പം ആരാ മുറ്റമൊന്നും തൂക്കത്ത് പോലുമില്ല. മുറ്റം തൂക്കാനും തറ തൂക്കാനും എല്ലാം ഇപ്പം മെഷീനറീസ് ആയി. പാത്രം കഴുകാൻ വരെ മെഷീനറി ആയി. പിന്നെ ഞാനുണ്ടല്ലോ ഒരു മെഷീൻ. ഉള്ളതാ കേട്ടോ, സത്യം പറഞ്ഞാൽ ഈ പറയുന്നതേ ഉള്ളൂ. ഞാനും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്ത് കൊടുക്കാറില്ല. പിന്നെ ഇതുപോലെ വന്ന് അടുക്കളയിൽ വന്ന് കുറച്ച് നേരം വാചകം അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവർക്കൊരു എനർജിയാണ് കേട്ടോ. നമ്മൾ അടുത്ത് വന്ന് ഇരിക്കുമ്പോൾ അത് അവർക്കൊരു എനർജിയാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും അന്നേരം നമുക്കുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒക്കെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പ്രാവശ്യം ഇടിച്ചത് ഇടിഞ്ഞിട്ടുണ്ട്. വെറുതെ ആട്ടിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ. ആട്ടിയാൽ മാത്രം ഇടിക്കാൻ കൂടെ വേണോ? ശീലമില്ല. മറ്റേ ചേട്ടനെന്ന് പറയുമ്പോൾ ചെറുപ്പകാലത്ത് കുറെ ഇടിച്ചിട്ടുള്ളതാണെന്നാ പറയുന്നത്. അത് ഞാൻ വന്ന കാലത്തൊക്കെ എന്നോട് കേട്ട കഥ പറയാറുണ്ട്. ഒരുപാട് ജോലി ചെയ്യുന്ന കഥ കേട്ടോ. ചെയ്തിട്ടില്ലെന്നല്ല, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് ചെയ്തിട്ടില്ല ആദ്യമായിട്ട്. അപ്പൊ എനിക്കും കൂടെ ഇത് ഉപകാരപ്രദമായി അല്ലേ. അപ്പൊ അങ്ങനെ ഇടിച്ച് കഴിഞ്ഞില്ല, അതിന്റെ ബാലൻസ് ഉണ്ട്, അത് പിന്നെ ഇടിച്ചോളാം. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരലും ഉലക്കയും ഉപയോഗിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ പ്രത്യേകിച്ച് അവരവർ ആരുടെയൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കമൻ്റ് ആയിട്ട് ഇടണം. ഉപയോഗിച്ചിട്ടുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കമൻ്റ് ഇടണം. പിന്നെ അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളവരും കൂടെ ഒന്ന് കമൻ്റ് ഇടുകയാണ്. ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ ടാറ്റാ.